വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് തകരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ അറിയാം, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരു യെസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മളുടെ ഈ ഒരു കറണ്ട് സെനാരിയോയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയാണ്. ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം ട്രാപ്പിലായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അപ്പം അവരോട് പറയാനാണ്, ഇപ്പം നമ്മളുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ അതല്ലേ കുറച്ച് വസ്തു മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് അപ്രിസിയേഷൻ വരും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് കൂടുതൽ പേരും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക, അത് റെന്റിന് കൊടുക്കുക. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എത്രത്തോളം നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു വരുമാനത്തിലേക്ക് പോകുന്നുണ്ട്? പല ആൾക്കാരുടെയും ഒരു ധാരണയുണ്ട്, ബാങ്ക് FDയിൽ ഇടുന്നത് സേഫ് ആണ്, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ മറ്റ് അസറ്റ് ക്ലാസ്സിൽ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് മറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണ്, മ്യൂച്വൽ ഫണ്ട് കുറച്ച് റിസ്കി ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന്. അതായത് ഇപ്പോൾ നമുക്ക് നഷ്ടമല്ല, അതായത് ക്യാപിറ്റൽ ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യത്തെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ മൊത്തം റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ മീറ്റിംഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭൂമിയുൽക്കം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇടിഞ്ഞൊളിഞ്ഞ് വീഴാം, റിസ്ക്കാണ്. ഞാനൊരു വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എതിരെ വരുന്ന ഒരു വ്യക്തിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇല്ല, അത് റിസ്ക് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ലൈഫ് ലോങ് നമുക്കുണ്ട്. അപ്പൊ റിസ്കിനെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം റിസ്കിനെ മാനേജ് ചെയ്യുക എന്നതാണ്. റിസ്കിനെ മാനേജ് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും റിസ്ക് ഉള്ള റോട്ടിൽ കൂടി നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് FD 100% സുരക്ഷിതമാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അത് ധാരണ മാത്രമാണ്, എന്താ പറയാൻ പറ്റുക, അത് ശരിക്കും അത് തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബാങ്കിൽ നിങ്ങൾ എത്ര കോടി കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെറും 5 ലക്ഷം രൂപക്ക് മാത്രമേ ഇപ്പൊ നമുക്ക് ഗ്യാരണ്ടി ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ബാങ്ക് തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടുന്ന ഗ്യാരണ്ടി 95% 95% പോകും. അത് നിങ്ങൾ കോടികൾ കൂടുന്തോറും ആ പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതിനകത്ത് ഇപ്പം വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് തകരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ അറിയാം, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരു യെസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മളുടെ ഈ ഒരു കറണ്ട് സെനാരിയോയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അമേരിക്ക ഇന്ത്യയേക്കാൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കഴിഞ്ഞ 2007 ശേഷം ഇതുവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 400-ലധികം ബാങ്കുകളാണ് അമേരിക്കയിൽ തകർന്നത്. 400-ലധികം ബാങ്കുകൾ. അതിൽ പല ബാങ്കുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. അതിനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ളതും അതിനേക്കാൾ വളരെയധികം എക്സ്പീരിയൻസ്, അതായത് ഇപ്പൊ 100 വർഷം 150 വർഷമൊക്കെ പ്രവൃത്തി പരിചയമുള്ള ബാങ്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ RBI എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാങ്കുകൾ തകരൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% തകരില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു റിസ്ക് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പാണ് നഷ്ടമാണെന്ന്. കാരണം വേറൊന്നല്ല, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് നഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ഒരു സെനാരിയോയിലാണ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇപ്പൊ കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിന് മുമ്പ് ഒരു 3-4 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് വളരെ ലോ ആയിരുന്നു. ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടിൽ ഒരു 2-3% താഴെയായിരുന്നു. അപ്പോൾ എക്കോണമി സ്ട്രോങ് ആവുമ്പോൾ ഇതുപോലെ ബാങ്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ സാധ്യതയുള്ളത്? അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡിന് ശേഷം ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഹൈ ചെയ്തു. അപ്പൊ ഇൻഫ്ലേഷൻ ഹൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ കുറച്ചില്ലെങ്കിൽ അത് സമ്പദ്ഘടനയ്ക്ക്
അത് വളരെയധികം നെഗറ്റീവായിട്ട്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിൽ കുറച്ച് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം അവർക്ക് ഇൻഫ്ലേഷൻ ഇനി വളരണം. പക്ഷെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീസിനെ സംബന്ധിച്ച് അവർക്ക് ഇൻഫ്ലേഷൻ എപ്പോഴും 2-3% താഴെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് അവരെ സംബന്ധിച്ച് നല്ലത്. അപ്പൊ നിലവിൽ ഈ ഗ്ലോബലി ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും യുദ്ധം മാത്രമല്ല, അമേരിക്കയില് ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ആൾക്കാരുടെ പൈസ എത്തിക്കാൻ വേണ്ടി ഇവര് കുറെ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ആൾക്കാരുടെ പൈസ അവൈലബിലിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ഇവര് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ കൂടി. അപ്പൊ ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവൈലബിലിറ്റി, ക്യാഷിന്റെ അവൈലബിലിറ്റി കുറച്ച് കഴിഞ്ഞാല് ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്യാഷിന്റെ അവൈലബിലിറ്റി കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ലോൺ എടുത്ത് പൈസ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് കുറക്കും. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഈ പറഞ്ഞ കൂടിയിരിക്കുന്നത്. അപ്പൊ ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാവുന്ന ഒരു കാര്യം 2-3% ആണ് അവിടെ എല്ലാം ഒരു ലോങ് ടൈം ആവറേജ് ഇൻഫ്ലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പൊ 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവുന്നതാണ് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ആ ഒരു ലെവലിലേക്ക് പോകും തോറും, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആകും തോറും ഇന്ത്യയിലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വന്നേ പറ്റൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ട് താഴേക്ക് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരു 10%, 15% അല്ലെങ്കിൽ 20%-നൊക്കെ ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം 20% ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കണം, പിന്നെ അപ്പൊ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാകണം. അതേസമയം ഒരു ബിസിനസിന്റെ ഒരു ആസ്പെക്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ഇവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാല് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ കമ്പനികൾക്ക് ഈ രാജ്യത്ത് വന്ന് പ്രവർത്തിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ കമ്പനികൾ വരും തോറും എന്ത് സംഭവിക്കും? നമുക്ക് നമ്മളെ ഇവിടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടും, അവരുടെ വരുമാനം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും താഴേക്ക് വരുന്നതാണ് എക്കണോമിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഓക്കെ സാർ, ഇനിയിപ്പം സാറിന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, കോടികളുടെ ആസ്തിയുണ്ട് പക്ഷേ കഞ്ഞി കുടിക്കാൻ വകയില്ല എന്നുള്ളൊരു തംബ്നെയിലുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് കൂടുതലും പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം ട്രാപ്പിലായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അപ്പം അവരോട് പറയാൻ, ഇപ്പം നമ്മളുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ അതല്ലേ കുറച്ച് വസ്തു മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് അപ്രിസിയേഷൻ വരും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് കൂടുതൽ പേരും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക, അത് റെന്റിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ഇത് എത്രത്തോളം ഒരു സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എത്രത്തോളം നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു വരുമാനത്തിലേക്ക് പോകുന്നുണ്ട്? അതായത് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്ലാറ്റ് റെന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീട് പണിത് റെന്റ് ഔട്ട് ചെയ്യുക, അതിൽ നമ്മൾ മുടക്കുന്ന ഒരു തുകയുണ്ട്, ക്യാപിറ്റൽ. കാരണം ഇപ്പൊ ഒരു വീട് പണിത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ലാൻഡ് പ്ലസ് ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻ ഇന്ത്യ മെട്രോ സിറ്റികളിലും അതോടൊപ്പം തന്നെ കൊച്ചിയൊക്കെ പോലെയുള്ള സിറ്റികൾ, കാരണം അവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ റെന്റ് ഉള്ളത്, സിറ്റികളിലായിരിക്കും ഏറ്റവും കൂടുതൽ റെന്റ് ഉള്ളത്. അപ്പൊ ഇവിടെ നടത്തിയ ഒരു സർവേയിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഇന്ത്യയിൽ ശരാശരി ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3% താഴെയാണ് നമുക്ക് റെന്റൽ ഇൻകമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 3 ലക്ഷം രൂപയാണ് ഒരു വർഷം കൊണ്ട് കിട്ടുന്നത്. അപ്പൊ മന്തിലാകുമ്പോൾ 25,000 റുപ്പീസ്, 25,000 രൂപ. നമ്മളിപ്പോ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും അതിനേക്കാൾ കൂടുതൽ സംഭവം കിട്ടും. പിന്നെ ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓവറായിട്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നല്ല ബൂമിങ് ഉണ്ട്, പ്രത്യേകിച്ച് ഗുജറാത്ത്, UP ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. കാരണം അവിടെ കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ മക്കളിൽ എത്ര പേരാണ് കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പണ്ട് ഈ പിള്ളേരെല്ലാവരും പോയിക്കൊണ്ടിരുന്ന ഗൾഫ് കൺട്രീസിലാണ്. അപ്പൊ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ച് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യൂറോപ്പിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക, കാനഡ, ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നൈജീരിയയിലുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മദറിന്റെ പക്കല് 5 വീടിന്റെ താക്കോല്, 73 വയസ്സുള്ള അമ്മ 5 വീടിന്റെ താക്കോലും പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ്. കാരണം മക്കളാരുമില്ല. ഈ 5 വീട് പൂട്ടിയിട്ടിട്ട് താക്കോലും പിടിച്ചിരിക്കുന്നതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവരുടെ മക്കള് ഇനി സപ്പോസ് ഇവരുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, ഇവരുടെ മക്കള് ഈ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കണമെങ്കിൽ പെടാൻ പോണ പാട്. ഇവിടെ ആളുണ്ടായിരുന്നിട്ട് 10 വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടികളുണ്ട്. അപ്പൊ ഈ അമേരിക്കയിലും കാനഡയിലും മറ്റോടത്തൊക്കെ കിടക്കുന്ന ആൾക്കാർ ഇവിടുത്തെ പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇനിയിപ്പം പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കുറച്ചുകൂടെ കോഷ്യസ് ആണെന്നാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ട്. ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാം കണക്കൂട്ടി നോക്കിയതിന് ശേഷം. കാരണം ഇപ്പൊ എന്റെ മമ്മി പറഞ്ഞ് എന്റെ വീടിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, നമുക്കത് മേടിക്കണം. ഞാനത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എന്തെങ്കിലും ഗുണം ചെയ്യോ എന്ന് കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ മേടിക്കാൻ. അപ്പൊ അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ടുപോയി അവിടെ നല്ല പ്രോപ്പർട്ടി ഉണ്ട്, ഇപ്പൊ നല്ല വില കുറവാണ്, അത് കണ്ട്. കാരണം നാളെ ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. റിട്ടയർമെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് സാർ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് സാറിൻ്റെ ഫിനാൻഷ്യല് മറ്റൊരാളെ ഏൽപ്പിച്ച് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ഡയസ് ഇൻവെസ്റ്റ് ഹൈ റിട്ടേൺ കൊടുക്കുന്ന കമ്പനികളുടെ പുറകിന് പോകുന്നില്ല? എന്താണ് ഒരു ബേസിക് സെലക്ഷൻ ക്രൈറ്റീരിയ? എന്താണ് ഫണ്ട് സെലക്ഷൻ? മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ BSE സെൻസെക്സ് ഈ പറഞ്ഞ സംഭവങ്ങൾ അത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും കിട്ടാറില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം